അല്ലാഹു നരകത്തിൽ കുടിക്കാൻ തരുന്ന വെള്ളം എന്താണെന്നറിയുമോ? ഫസാരിബൂന അലൈഹി മിനൽ ഹമീം, തിളച്ചു മറിയുന്ന ഹമീം എന്ന് പറയുന്ന ചീഞ്ചലമാ. അത് കുടിക്കാൻ വേണ്ടി മുഖത്തോട്ടടിപ്പിക്കുമ്പോ അതിന്റെ ചൂട് കാരണത്താൽ കുടിക്കാൻ കഴിയാതെ പെടയുമ്പോ ദാഹകാരണത്താൽ നരകവാസികളെ ഹമീം കുടിച്ചു പോകും. കുടിക്കുന്ന സമയത്ത് അവരുടെ വയറ്റിലേക്ക് ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീഞ്ചലം ഇറങ്ങുമ്പോ അവരുടെ ശരീരത്തിനകത്തുള്ള വൻകുടലും മറ്റടക്കമുള്ള സർവ്വതും കത്തിക്കരിഞ്ഞ് അള്ളാന്റെ ഖുർആൻ പറയുന്നു, കൽ മുഹിനി യഗ്ലീ ഫിൽ ബുതൂൻ, അവന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കൊടല് മുഴുവന് കരിഞ്ഞ് ചാമ്പലായി. കൽമുഹിലി, എണ്ണക്കീടം പോലെ അവന്റെ രണ്ട് കാലുകളുടെ ഇടയിൽ മലദ്വാരത്തിലൂടെ വെളിയിലോട്ടിറങ്ങും. ടാർ ഉരുകി ഒലിക്കുന്ന ടാറ് താഴേക്ക് വീഴുന്നത് പോലെ അത് ടാറ് പോലെ ഒലിച്ചവന്റെ കൊടല് ഒലിച്ച് താഴേക്ക് ഇറങ്ങുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. സഹിക്കാൻ കഴിയോ സഹോദരങ്ങള്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഫമാ അസ്ബറഹും അലന്നാർ, അള്ളാന്റെ നരകത്തെ തൊട്ട് ക്ഷമിക്കാൻ കഴിയോ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഒരു കാര്യം കൂടി പറയുന്നതിന് മുമ്പ് ഈ പ്രൗഢഗംഭീരമായ സദസ്സില് വിനീതനായ അഹമ്മദ് കബീർ ബാക്കവിയുടെ പ്രഭാഷണം കേൾക്കാൻ താല്പര്യത്തോടെ എത്തിയ തിങ്ങി നിറഞ്ഞ എന്റെ പുരുഷാരത്തോട് ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ. ജീവിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. പെങ്ങളെ, നിങ്ങളും സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. സ്വർഗമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അറിയുമല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഉത്തരാധികാരിയാണ്. ലികുല്ലി നബിയ്യിൻ റഫീഖും ഫിൽ ജന്ന വറഫീഖി ഫിഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എനിക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരെന്നറിയുമോ? വറഫീഖി ഫിഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വർഗത്തിലെ കൂട്ടുകാരൻ ഈ നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണെന്ന് അള്ളാഹുവിന്റെ റസൂൽ കൈ ചൂണ്ടിക്കാണിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കുറെ ആളുകൾ മുഴുവനും വട്ടം കൂടി. കൊട്ടാരത്തിലിരുന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസല്ലയിൽ ഇരിക്കുമ്പോ എതിരാളികൾ കൊട്ടാരത്തിന്റെ വാതിലൂരി പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഉപരോധം ഏർപ്പെടുത്തി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ കൊട്ടാരത്തിന്റെ അകത്തേക്ക്, വീടിന്റെ അകത്തേക്ക് വെള്ളം പോലും കയറ്റി വിടുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭാര്യയും മക്കളും ദിവസങ്ങളോളമായി പട്ടിണിയിലാണ്. ആളുകൾ ഊരിപ്പിടിച്ച വാളുമായി കാത്തിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സുന്നത്ത് നോമ്പാണ്. രാവിലെ ദിവസങ്ങളായി പട്ടിണി കിടന്നിട്ട് സുന്നത്ത് നോമ്പ് വിട്ടിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ സുന്നത്ത് നോമ്പ് പിടിച്ചിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ തൊണ്ട വരളുകയാണ്. ജീവിതത്തിൽ ശരീരം മുഴുവനും ബലം നഷ്ടപ്പെടുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പ് പിടിച്ച് അവസാനം അസർ നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ കിടന്ന് തളർന്നുറങ്ങിപ്പോയി. പട്ടിണി കാരണത്താൽ സാധാരണ നോമ്പ് പിടിച്ചാൽ ഏറ്റവും കൂടുതൽ ക്ഷീണം അസർ കഴിയുമ്പോഴാണ്. ആ ഉറക്കത്തിൽ മയങ്ങിക്കിടക്കുമ്പോ നോമ്പ് തുറക്കാൻ ഒരു തുള്ളി പച്ചവെള്ളം വീട്ടിലില്ല. എല്ലാ ശത്രുക്കളും മുഴുവനും ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അസർ കഴിഞ്ഞ മുസല്ലയിൽ കിടന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ആരെയാണ് സ്വപ്നം കാണുന്നതെന്നറിയോ? അല്ലാഹു എനിക്കും നിങ്ങൾക്കും മരിക്കുന്നതിന് മുമ്പ് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്താണ് സ്വപ്നത്തിൽ കാണുന്നത്? നമ്മൾ എത്രയോ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇതേവരെ നമുക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ പൂമുഖം ഒന്ന് കാണാൻ. മുഹമ്മദ് കി സീരത്ത് മുഹമ്മദ് കി ബാത്തേ സുനെ ഔർ സുനായേ ये जी चाहता है मदीना को जा
आए ये जी चाहता है मुकद्दर बनाए ये जी चाहता है അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എത്രയോ കനവുകൾ കണ്ടിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയുടെ സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ മുഖമൊന്ന് കാണാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്ന റസൂലുള്ളാഹിയെ എവിടെയാണ് റസൂലുള്ളാഹി സ്വർഗ്ഗത്തിലിരിക്കുകയാണ് വലതുഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട് ഇടതുഭാഗത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് അവര് മൂന്നുപേരും കൂടി സ്വർഗ്ഗത്തിന്റെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുന്നു ഉസ്മാൻ ശത്രുക്കൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ തൊണ്ട വരളുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് നബിയേ തൊണ്ട വരളുകയാണ് റസൂലുള്ളാഹി ചോദിച്ചു ഉസ്മാൻ ഞങ്ങളുടെ കൂടെ വരുന്ന ഉസ്മാൻ അതല്ല ദുനിയാവിൽ തന്നെ ഇനിയും താമസിക്കുന്നു അതല്ല ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ മറുപടി പറയുന്നു നബിയേ ഞാനും വരുന്നു നബിയേ അങ്ങയുടെ അടുത്തിരുന്ന് ഭക്ഷണം കുടിക്കാൻ ഞാൻ വരുന്നു നബിയേ റസൂലുള്ളാഹി ചോദിച്ചു ഉസ്മാൻ നോമ്പ് തുറക്കാൻ ഒന്നുമില്ല ഇല്ല നബിയേ അതാ പള്ളിയിൽ മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ തളർന്നു കിടക്കുന്നു ആ കനവിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി തന്റെ കൈ നീട്ടി ആ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ ജലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലേക്ക് ഇട്ടിട്ടിറങ്ങി സഹോദരങ്ങളെ എതിരാളികൾ ചുറ്റുഭാഗം പ്രതിസന്ധികൾ നിൽക്കുമ്പോ കിടന്ന കിടപ്പിൽ സ്വർഗത്തിന്റെ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്ന് ഈ ഭൂമിയിൽ ജീവിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു നമുക്കും ആ ഭാഗ്യം നൽകട്ടെ ഇത്രയും വലിയ ഭാഗ്യം കിട്ടാൻ അവരൊക്കെ എന്ത് പറഞ്ഞാലും സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഇൻഷാ അല്ലാഹ് അവസാനത്തെ ചരിത്രം പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഏതാണെന്നറിയുമോ എങ്ങനെയാണ് ഭൂമിയിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിന്റെ വെള്ളം കിട്ടിയതെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴൊക്കെ ദീനിന് വേണ്ടി ആവശ്യം വന്ന് സദഖ ചോദിക്കും റസൂലുള്ള സഹാബത്തിനോട് ചോദിക്കും ദീനിന് വേണ്ടി ആവശ്യം വന്നിരിക്കുന്നു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു സദഖ ചെയ്യാൻ ആരുണ്ട് ഈ കൂട്ടത്തിൽ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് ആദ്യം ചാടി എഴുന്നേൽക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നിട്ട് പറയും നബിയേ അനയാ റസൂലല്ലാഹ് ഞാൻ തരാ നബിയെ മദീനയിലെ ഒരുമാതിരി സാമ്പത്തികമുള്ള മനുഷ്യനാണ് ഞാൻ തരാ നബിയേ ഞാൻ തരാ നബിയേ ഞാൻ തരാ നബിയേ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയം സഹാബാക്കളുടെ തൊണ്ട വരളുകയാണ് വെള്ളം കുടിക്കാനില്ലാതെ മരുഭൂമിയിലൂടെ നടന്ന സഹാബത്തൊരു കിണർ കണ്ടു സഹാബത്ത് ഓടിച്ചെന്ന് ഒരു തുള്ളി വെള്ളം കോരാൻ പോയപ്പോ കിണറിന്റെ ഉടമസ്ഥൻ യഹൂദി വന്നിട്ട് പറഞ്ഞു ഇല്ല തരില്ല ഇത് നിങ്ങൾക്ക് വെള്ളം തരില്ല മുമ്പിൽ കിണറ്റിൽ വെള്ളം കിടക്കുകയാണ് തൊണ്ടവരണ്ട് സഹാബത്ത് നിൽക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു യഹൂദിയോട് ചോദിച്ചു ഈ കിണറിന് എത്ര വില തരണം റസൂലുള്ളാഹി പറഞ്ഞു എന്റെ സഹാബത്തിന് വെള്ളം കുടിപ്പിക്കാൻ ഈ കിണർ ആര് വാങ്ങിച്ചിട്ട് സദഖ ചെയ്യുമോ അവന് നാളെ ഞാൻ സ്വർഗത്തിലെ ഹൗദുൽ കൗസർ തരാമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിച്ചില്ല ചാടി വന്നു യഹൂദിയോട് ചോദിച്ചു ഈ കിണറിന്റെ വില എത്രയാണ് യഹൂദി തക്കം നോക്കിയിട്ട് 10 ഇരട്ടി വിലയാണ് പറഞ്ഞത് ആ വില സ്വർണ്ണ നാണയം അപ്പോൾ തന്നെ കയ്യിൽ കൊടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തെ കുടിച്ചുകൊള്ളുക അല്ലാഹുവിന്റെ റസൂൽ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഉസ്മാൻ ഏ ഉസ്മാൻ നീ എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ എപ്പോൾ പറഞ്ഞാലും ഒന്നും ചിന്തിക്കില്ല അള്ളാഹുവിന്റെ നബിയെ ഞാൻ തരാം നബിയെ എന്ന് പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് ബാക്കി കാര്യം പറയുന്നതിന് മുമ്പ് ഈ സദസ്സിലും ഒരു ഉസ്മാൻ വേണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ 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 നൽകുമാറാകട്ടെ